ഹലോ എവ്രി വൺ, എല്ലാവരും ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ എല്ലാ ഫെസ്റ്റിവൽസും ഡഗിൻ്റെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരുന്നത് കൊണ്ട് ഈസ്റ്റർ വീട്ടിൽ തന്നെ കൂടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സാറ്റർഡേ നൈറ്റ് ഈസ്റ്റർ എഗ് ഹണ്ടിനുള്ള മുട്ടയൊക്കെ ഞങ്ങൾ കളർ ചെയ്തു. ഡഗാണ് എന്നെ ഇത് കളർ ചെയ്യാൻ കാണിച്ചു തന്നത്. ഫുഡ് കളർ വെള്ളവും വിനാഗിരിയും ചേർത്ത് നമ്മൾ ചെറിയ ചെറിയ ബോളിലാക്കി വെക്കണം. അതിലേക്ക് പുഴുങ്ങിയ മുട്ട ആഡ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ മുട്ടയുടെ തോടിൽ ഈ കളർ പിടിക്കും. മുട്ടയുടെ ഉള്ളിലോട്ടൊന്നും കളർ വരില്ല. മുട്ട കളറിലിടുന്നതിന് മുമ്പ് നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും പേര് ഒരു വാക്സ് പെൻസിൽ കൊണ്ട് അതിൻ്റെ മുകളിൽ എഴുതും. ഞങ്ങൾ മോർണിംഗ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഡഗ് ക്ലൂ കാർഡൊക്കെ സെറ്റ് ചെയ്ത് മുട്ടയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പിന്നെ ഞാനും നോനോയും കൂടെ ക്ലൂ ഒക്കെ നോക്കി മുട്ട കണ്ടുപിടിച്ചു. എൻ്റെ നോനോൻ്റെ ഫസ്റ്റ് ഈസ്റ്റർ എഗ് ഹണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ മുട്ട കൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ട്. 2 പേര് ഓരോരോ മുട്ട എടുത്തിട്ട് മുട്ട ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കും. ആരുടെ മുട്ടയാണ് പൊട്ടുന്നത് അവർ തോക്കും. ഇവിടുത്തെ ഒരു ഈസ്റ്റർ സെലിബ്രേഷൻ്റെ ഒരു മെയിൻ ഒരു ഐറ്റമാണിത്. നമ്മൾ ഏത് കടയിൽ പോയാലും എവിടെ പോയാലും കുറേ ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്സും കാണാൻ പറ്റും. സിമ്പിളായിട്ട് ഇഡ്ഡലിയും ചട്നിയും കഴിച്ച് ഞങ്ങൾ പള്ളിയിൽ പോയി. ഭയങ്കര മഴയും ഭയങ്കര തണുപ്പുമായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് വന്നു. വലിയ ലാവിഷ് കുക്കിംഗ് ഒന്നും ചെയ്തില്ല. കുറച്ച് ചിക്കൻ 65ഉം പൊറോട്ടയായിരുന്നു. നിന്ന് തിരിയാൻ ടൈമില്ലാത്തൊരു വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്ററിന് ആരെയും ഇൻവൈറ്റ് ചെയ്തില്ല. ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല സൺഡേ. പിന്നെ ട്യൂസ്ഡേ ഒന്ന് ഫ്രീ ആയപ്പോഴാണ് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പഫ്സ് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സിന് മാത്രമേ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ്. അങ്ങനെ നോക്കിയാൽ എനിക്ക് ഉള്ള അനുഗ്രഹം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സാധനമാണ് പഫ്സ്. പേസ്ട്രി ഷീറ്റ്സ് ഉണ്ടെങ്കിൽ പഫ്സ് ഉണ്ടാക്കൽ ഭയങ്കര എളുപ്പമാണ്. എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 375 ഒരു 13 മിനിറ്റ്സിൽ റെഡിയാവും. നമ്മുടെ കൺവെൻഷണൽ അവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 30 മിനിറ്റ് എന്തായാലും എടുക്കും. ഒരു 380 ടെമ്പറേച്ചറിൽ വെക്കേണ്ടി വരും. പക്ഷേ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറേയും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് വരും. പിന്നെ കൺവെൻഷണൽ അവനിലാകുമ്പം കുറേയും കൂടി വെക്കാൻ പറ്റും. ഒരുപാട് എണ്ണം അറ്റ് എ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു 2 മണിക്കൂറിൽ എനിക്കൊരു 70 പഫ്സ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ഈസ്റ്റർ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഈസ്റ്റർ വിഷസ്. എല്ലാവർക്കും എന്നും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ.